നമസ്കാരം. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ M മുകേഷിനും EP ജയരാജനും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ M മുകേഷിന്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും പാർട്ടി ഘടകങ്ങൾ നിശ്ചയിച്ചതുപോലെ പരിപാടികൾ നടന്നില്ല എന്നുമാണ് കുറ്റപ്പെടുത്തൽ. രാഷ്ട്രീയ പോരാട്ടത്തിൽ പ്രേമചന്ദ്രനെ എതിരിടാൻ പറ്റിയ സ്ഥാനാർത്ഥി ആയിരുന്നില്ല M മുകേഷ് എന്ന് CPM ജില്ലാ കൗൺസിലും വിലയിരുത്തി. NK പ്രേമചന്ദ്രന് എതിരായ വ്യക്തിപരമായ പ്രചാരണം ഒഴിവാക്കാമായിരുന്നുവെന്നും യോഗം വിലയിരുത്തി. കൊല്ലത്ത് മുഖ്യമന്ത്രി എത്തിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ അകന്നുനിന്നു. മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഐക്യപ്പെടൽ ഉണ്ടായില്ല. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു ഇത്തവണ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ വിജയിച്ചത്. മുകേഷിന് മുന്നണിയിലോ CPMലോ നേതാക്കളെ പോലും തിരിച്ചറിയില്ല എന്ന അവസ്ഥയാണ്. ജില്ലാ സെക്രട്ടറി അംഗത്തിനോട് പോലും വോട്ട് ചോദിച്ച സന്ദർഭം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനമുയർന്നത്. പരാജയത്തിന് പിന്നാലെ LDFൽ CPI CPM യോഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വിമർശിക്കപ്പെട്ടു. അതേസമയം വോട്ടെടുപ്പ് ദിവസം BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന് LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം തിരിച്ചടിച്ചു. LDF കൺവീനറെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് MLA കൂടിയായ മുകേഷിനെ തേടി ലോക്സഭാ സ്ഥാനാർത്ഥിത്വം എത്തിയത്. സ്വന്തം മണ്ഡലങ്ങളിൽ പോലും CPI പ്രവർത്തിച്ചിട്ടില്ല. നേതാക്കളുടെ പ്രസ്താവനകൾ ജാഗ്രതയോടെ വേണമെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു.